വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള സബ്ജക്ട് ഏതാണ്? ജൂറിസ്പ്രുഡൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതില് അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് നമുക്ക് നോക്കാം. ഓരോ സബ്ജക്റ്റിന്റെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നല്ല തറവായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ ബാക്കിയുള്ള പോർഷൻസ് നല്ലപോലെ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ പേരും മീൻസ് എല്ലാ സ്റ്റുഡൻസും ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു പാർട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്താണ് സ്പെഷ്യൽ ട്യൂഷൻ, എക്സാം ഓറിയന്റഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഒരു മെസ്സേജ് എന്ത് ചെയ്യുക ഇടുക. അപ്പൊ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ്സും എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ജൂറിസ്പ്രുഡൻസ് നമുക്ക് നോക്കാം. നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു വേർഡ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ജൂറിസ് ആൻഡ് പ്രുഡൻഷ്യ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അപ്പൊ ജൂറിസിന്റെ മീനിങ് എന്താണ്? ലോ എന്നാണ് അർത്ഥം. അതുപോലെ പ്രുഡൻഷ്യയുടെ മീനിങ് എന്താണ്? നോളജ് ഓർ സ്കിൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ലിറ്ററലി നമുക്ക് ജൂറിസ്പ്രുഡൻസിന് നമുക്ക് നോളജ് ഓഫ് ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പൊ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ജൂറിസ് ആൻഡ് പ്രുഡൻഷ്യ നിന്നാണ് ഇത് എന്ത് ചെയ്തത് ഡിറൈവ് ചെയ്തത്. ജൂറിസ് മീൻസ് ലോ ആൻഡ് പ്രുഡൻഷ്യ മീൻസ് നോളജ് ഓഫ് സ്കിൽ ആണ്. ആൻഡ് ഇതിന്റെ ബ്രോഡൻ സെൻസിൽ നമുക്ക് എന്ത് പറയാം? നോളജ് ഓഫ് ലോ എന്ന അതിന്റെ ലിറ്ററൽ മീനിങ് ആയിട്ട് പറയാം. അപ്പം അടുത്ത് നമുക്ക് ഈ ഒരു ബ്രോഡർ സെൻസിൽ നമുക്ക് ഈ ഒരു ജൂറിസ്പ്രുഡൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് ലോയുടെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിന്റെ അതിന്റെ സ്റ്റഡീസിനെ കുറിച്ചാണ് ജൂറിസ്പ്രുഡൻസിൽ പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലിറ്ററലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ലോയുടെ ഒറിജിൻ എങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് അതിന്റെ പർപ്പസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ലാറ്റിൻ വേർഡും പിന്നെ എന്താണ് ഈ സ്റ്റഡീസ് ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ലോയെ കുറിച്ചുമാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ജൂറിസ്റ്റ് പല പല ഡെഫിനേഷനും ജൂറിസ്പ്രുഡൻസ് അവരുടെ ഓൺ ആയിട്ടുള്ള കുറച്ച് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള സാൽമൺ ആൻഡ് ഓസ്റ്റിന്റെ നമുക്ക് നോക്കാം. ഈ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് എക്സാമിനൊക്കെ എഴുതുമ്പം ഓരോ ആൾക്കാർ ജൂറിസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എഴുതുക. കാരണം അവര് പറഞ്ഞ ആ ഒരു ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഓൺ ഇതിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് ഈസ് എന്താണ്? സയൻസ് ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സിവിൽ ലോ ആണ്. അപ്പൊ സിവിൽ ലോ എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി, ജസ്റ്റിസ്, അതുപോലെ ഫെയർനെസ്, അതിനെയൊക്കെ നമുക്ക് എന്താണ് ഒരു സിവിൽ ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ എന്താണ് ഒരു ജൂറിസ്പ്രുഡൻസ് പറയുമ്പോൾ സയൻസ് ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ സിവിൽ ലോ. അപ്പൊ ഈ സിവിൽ ലോയുടെ ഒരു സയൻസ് ആയിട്ട് ആണ് എന്ത് ചെയ്യുന്നത് സാൽമണ്ട് ജൂറിസ്പ്രുഡൻസിനെ കണക്കാക്കുന്നത്. ഓക്കെ, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നതേ ഉള്ളൂ. അടുത്ത നെക്സ്റ്റ് ഓസ്റ്റിൻ പറയുന്നതാണ്. ഓസ്റ്റിൻ പോസിറ്റിവിസ്റ്റ്, ഇങ്ങനെ നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. എന്താണ് പോസിറ്റിവിസ്റ്റ്? അത് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഓസ്റ്റിൻ പറയുന്നത് ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ എന്നാണ്. ഈ പൊതുവെ പോസിറ്റീവ് ലോ ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞിരിക്കുക, ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് ഇതൊക്കെ പാസ് ചെയ്യുന്ന നമ്മൾ ലെജിസ്ലേച്ചറുള്ള ഗവൺമെന്റ് ഒക്കെ ആയിരിക്കും. ഓരോ എന്താണ് ഒരു റെഗുലേഷൻ എല്ലാം ഒരു പോസിറ്റീവ് ലോ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ട് പാസ് ചെയ്യുന്നു, ലെജിസ്ലേച്ചർ എന്താ സ്റ്റാറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ അമെന്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ലോ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോയും, സാൽമണ്ടിന്റെ കാഴ്ചപ്പാടിൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു സയൻസ് ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സിവിൽ ലോ ആണെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ ഈ ഒരു ഫോം ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അത് ക്ലിയർ ആണ് പറയുന്നത്. ജൂറിസ്പ്രുഡൻസ് ഡസ് നോട്ട് ഡീൽ വിത്ത് പർട്ടിക്കുലർ ലോ. ഒരു പർട്ടിക്കുലർ ലോ മാത്രമല്ല ഡീൽ ചെയ്യുന്നത്, ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ലീഗൽ ഐഡിയാസും അതിന്റെ പ്രിൻസിപ്പിളും പറയുന്നുണ്ട്. കാരണം ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ് ആസ് ദ ഐ ഓഫ് ദ ലോ. നമുക്ക് അപ്പം ഐ ഓഫ് ദ ലോ എന്നല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദ ഗ്രാമർ ഓഫ് ദ ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇറ്റ് എനേബിൾ അസ് ടു സീ ലോ ഇൻ ട്രൂ ഫോം. നമുക്ക് ലോ എങ്ങനെയാണ് അതിന്റെ ട്രൂ ഫോം നമുക്ക് എന്ത് ചെയ്യാം ജൂറിസ്പ്രുഡൻസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഈ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചപ്പോൾ നോക്കിയത്? എന്താ ജൂറിസ്പ്രുഡൻസ് ആ ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നു, പിന്നെ ഓസ്റ്റിൻ സാൽമണ്ടിനെ നമ്മൾ പഠിച്ചു, പിന്നെ അതിന്റെ ഓവറോൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കി. ഓക്കെ, ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് അതിന്റെ നേച്ചർ നമുക്ക് എന്താണ് വാല്യൂ ആണ് ഇനി പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് നാച്ചർ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? സയൻസ് ആസ് വെൽ ആസ് ഫിലോസഫി ഓഫ് ലോ ആണ്. നമ്മുടെ സാൽമണ്ടും ഓസ്റ്റിനും കൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. ബിക്കോസ് എന്താണ്? ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ലീഗൽ കോൺസെപ്റ്റ്. ലീഗൽ കോൺസെപ്റ്റ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു. അതുകൊണ്ടാണ് ജൂറിസ്പ്രുഡൻസിനെ നമുക്ക് സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫിലോസഫി എന്നും പറയാം. കാരണം എന്താണ്? ഇറ്റ് എക്സ്പ്ലോർ മോറൽ, എത്തിക്കൽ, സോഷ്യൽ ആസ്പെക്ട് ഓഫ് ലോ. നമ്മുടെ ലോയുടെ എന്താണ് മോറലായിട്ടും അതുപോലെ എത്തിക്കൽ പരമായിട്ടും സോഷ്യൽ ആയിട്ടുള്ള നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സയൻസ് ജൂറിസ്പ്രുഡൻസ് ഇസ് എ സയൻസ്, അതുപോലെ ജൂറിസ്പ്രുഡൻസ് ഇസ് എ ഫിലോസഫി എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ക്ലിയർ ആയി. ഫസ്റ്റ് വൺ എന്താണ്? സയൻസ് ആസ് വെൽ ആസ് ഫിലോസഫി ഓഫ് ലോ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ അബ്സ്ട്രാക്ട് ആൻഡ് തിയററ്റിക്കൽ ക്യാരക്ടർ ആണ്. ഈ ജൂറിസ്പ്രുഡൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പർട്ടിക്കുലർ ലോ ലൈക്ക് നമ്മുടെ IPC, CPC ഇതൊന്നും നമ്മൾ ജൂറിസ്പ്രുഡൻസിന്റെ അകത്ത് പഠിക്കുന്നില്ല. അതിനൊക്കെ സെപ്പറേറ്റ് നമുക്ക് എന്തുണ്ട്? ലോ ഉണ്ട്. ഇതിന്റെ അകത്ത് എന്താണ് പഠിക്കുന്നത്? ഇത് നമ്മുടെ ജസ്റ്റിസ് എന്താണ്, നമ്മുടെ നീതി എന്താണ്, അതുപോലെ അവകാശം റൈറ്റ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, സോവോനിറ്റി, ഓണർഷിപ്പ്, ഇതിനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലോ IPC, CPC പോലത്തെ ഉള്ള ഒരു പർട്ടിക്കുലർ ലോ അല്ല നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു അബ്സ്ട്രാക്ട് ആൻഡ് തിയറിറ്റിക്കൽ ക്യാരക്ടർ എന്ന് നമ്മൾ പറയുന്നത്. തേർഡ് വൺ എന്താണ്? ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ് ആണ്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് ഈസ് നോട്ട് ഫിക്സ്ഡ്. ജൂറിസ്പ്രുഡൻസ് ഒരു ഫിക്സ്ഡ് അല്ല. കാരണം സൊസൈറ്റി ഗ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ജൂറിസ്പ്രുഡൻസ് ഗ്രോ ചെയ്യുന്നു. ഇറ്റ് ഗ്രോസ് വിത്ത് സൊസൈറ്റി ആണ്. ലോ ഇവോൾവ്സ് ആസ് സൊസൈറ്റി ചേഞ്ചസ് ആൻഡ് ജൂറിസ്പ്രുഡൻസ് സ്റ്റഡീസ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം നമ്മുടെ ലോ എന്ത് ചെയ്യുന്നു? സൊസൈറ്റി ചേഞ്ച് ആവുമ്പോൾ ഇതും എന്ത് ചെയ്യുന്നു? ഇത് ലോയ്ക്കും മാറ്റം വരുന്നു. അതുപോലെ തന്നെ ജൂറിസ്പ്രുഡൻസ് സ്റ്റഡീസ് എന്ത് ചെയ്യുന്നു? അത് ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ സൊസൈറ്റി മാറുന്ന അനുസരിച്ച് ഈ ഒരു ജൂറിസ്പ്രുഡൻസിലും അതും ഇവോൾവ് ചെയ്തു വരികയാണ്. അതുകൊണ്ട് എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നത്, ഫിക്സ്ഡ് അല്ല. ഓക്കെ, അതാണ് തേർഡ് വൺ, ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ് ആണ്. ഫോർത്ത് വൺ എന്താണ്? ഇന്റർ ഡിസിപ്ലിനറി ആണ്. അപ്പം ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, എത്തിക്സ് ആൻഡ് ഹിസ്റ്ററി. എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, എത്തിക്സ്, ഹിസ്റ്ററി, ഇതിന്റെ എല്ലാം കൂടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് ജൂറിസ്പ്രുഡൻസിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാർക്സിസ്റ്റിന്റെ ജൂറിസ്പ്രുഡൻസ് കണക്ട്സ് ലോ വിത്ത് എക്കണോമിക്സ്. അപ്പം മാർക്സിസ്റ്റിന്റെ എന്താണ് നമ്മുടെ ഈ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുമ്പോൾ എക്കണോമിക്സുമായിട്ട് കണക്ഷൻ വരുന്നു. അതുപോലെ തന്നെ സോഷ്യോളജി ആയിട്ട് എന്ത് ചെയ്യുന്നു? കണക്ഷൻ വരുന്നു. അപ്പം സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ് കണക്ട് വിത്ത് എന്താണ്? സോഷ്യൽ വെൽഫെയർ. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ് നമ്മൾ പഠിക്കുമ്പോൾ സോഷ്യൽ വെൽഫെയറിന്റെ കണക്ഷൻ എന്ത് ചെയ്യുന്നു? ഇടവരുത്തും. അതുകൊണ്ട് ഇതൊരു മിക്സ് ആണ്. മീൻസ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, എത്തിക്സ്, ഹിസ്റ്ററി, ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സപ്പ് ആയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നത്. ഇനി ലാസ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണ്? വെറൈറ്റി ഓഫ് സ്കൂൾസ് ആൻഡ് അപ്രോച്ചസ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് സ്കൂൾ പ്രൊവൈഡ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. പല പല സ്കൂളും പല പല പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് തരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പോസിറ്റിവിസ്റ്റ് ആണ്. പോസിറ്റിവിസ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? ലോ ഈസ് കമാൻഡ് ഓഫ് ദ സോവറിൻ സെപ്പറേറ്റ് ഫ്രം മൊറാലിറ്റി. ലോ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റിവിസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പം ഒരു ഗവൺമെന്റ് മീൻസ് ഗവൺമെന്റ് എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റാറ്റ്യൂട്ട് ഒക്കെ ആരാണ് മീൻസ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ ലെജിസ്ലേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം. അപ്പൊ അവരുടെയൊക്കെ ഒരു സോവറിങ്ങും സെപ്പറേറ്റഡ്, മൊറാലിറ്റിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് ആണ് നമുക്ക് പോസിറ്റിവിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് സെക്കൻഡ് നാച്ചുറൽ ലോ തിങ്കേഴ്സ് ആണ്. നാച്ചുറൽ ലോ തിങ്കേഴ്സ് എന്താണ് പറയുന്നത്? ലോ ഇസ് ബേസ്ഡ് ഓൺ മൊറാലിറ്റി ആൻഡ് റീസൺ. നാച്ചുറൽ ലോ തിങ്കേഴ്സ്. അപ്പൊ നാച്ചുറൽ എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ മൊറാലിറ്റി അതുമായിട്ട് റിലേറ്റ് ചെയ്ത റീസൺ അത് ബേസ് ചെയ്തായിരിക്കും എന്ത് പഠിക്കുന്നത്, ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ സ്കൂൾ ആകുമ്പോഴോ? അപ്പൊ ഹിസ്റ്റോറിക്കൽ സ്കൂൾ ആകുമ്പോൾ നമ്മൾ എപ്പോഴും അറിയാം, നമുക്ക് ലോ ഡെവലപ്സ് ഔട്ട് ഓഫ് കസ്റ്റം ആൻഡ് ട്രഡീഷൻ. കസ്റ്റം, ആചാരം, ട്രഡീഷനിൽ നിന്ന് ഡെവലപ്പ് ആയ ആ ഒരു കാര്യം അത് ബേസ് ചെയ്ത ലോ ആയിരിക്കും നമ്മൾ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത്.
നെക്സ്റ്റ് സോഷ്യോളജിക്കൽ സ്കൂളിൽ എന്തായിരിക്കും? ലോ ഇസ് എ ടൂൾ ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പൊ സോഷ്യോളജിക്കൽ എപ്പോഴും സോഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ലീഗൽ റിയലിസം ആണ്. അപ്പം ഇതിൽ ലോ ഈസ് വാട്ട് ജഡ്ജ് ആക്ച്വലി ഡിസൈഡ് ഇൻ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഇതിൽ എന്താണ് ജഡ്ജ് ആക്ച്വലി എന്താണോ മീൻസ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ ലീഗൽ റിയലിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാം നമുക്ക് എളുപ്പമാണ്. ആ ഒരു ഹെഡിങ് മാത്രം. ഇപ്പം പോസിറ്റീവ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അറിയാം. നാച്ചുറൽ ലോ നമുക്ക് മൊറാലിറ്റി ബേസ് ചെയ്താണ് അറിയാം. ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്താണ് ട്രഡീഷൻ കസ്റ്റം ബേസ് ചെയ്താണ്. സോഷ്യോളജിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ലീഗൽ റിയലിസം നമ്മൾ ജഡ്ജിന്റെ ആക്ച്വൽ ആയിട്ടുള്ള അവിടെ ഡിസിഷൻ എന്താണ് അത് ബേസ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് എന്താണ്? അത് ലോ ഷുഡ് അഡ്രസ് വുമൻസ് റൈറ്റ്. അത് എപ്പോഴും നമുക്കറിയാം ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ വുമൻസ് റൈറ്റിനെ അഡ്രസ് ചെയ്തുകൊണ്ടും അതുപോലെ ജെൻഡർ ജസ്റ്റിസ് എന്താണ് അഡ്രസ് ചെയ്തുകൊണ്ടുമായിരിക്കും ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിൽ പറയുന്നത്. ലാസ്റ്റ് ക്രിട്ടിക്കൽ ലീഗൽ സ്റ്റഡീസ് ആണ്. അപ്പോൾ ലോ ഇസ് നോട്ട് ന്യൂട്രൽ. ലോ ഒരിക്കലും എന്തല്ല ന്യൂട്രൽ അല്ല. ഇറ്റ് റിഫ്ലക്ട് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ. ഇതില് പൊളിറ്റിക്കൽ പരമായിട്ടും അതുപോലെ എക്കണോമിക് പരമായിട്ടും ഉള്ള പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ thus the nature of the jurisprudence is both scientific and philosophical, theoretical and practical, evolving and interdisciplinary ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ജൂറിസ്പ്രുഡൻസ് എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന പോലത്തെ കാര്യമല്ല. ഇത് എല്ലാം കൂടെ കണക്ഷൻ ആണ്, ഇന്റർ ഡിസിപ്ലിനറി ആണ്. നമ്മൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് പരമായിട്ട് എല്ലാം കൂടെ ഒരു മിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്നത്. അപ്പൊ നാച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം 5 കാര്യങ്ങൾ പഠിച്ചു. സയൻസ് ആസ് വെൽ ആസ് ഫിലോസഫി ഓഫ് ലോ, അബ്സ്ട്രാക്ട് ആൻഡ് തിയററ്റിക്കൽ ക്യാരക്ടർ, ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ്, ഇന്റർ ഡിസിപ്ലിനറി, വെറൈറ്റി ഓഫ് സ്കൂൾസ് ആൻഡ് ആ വെറൈറ്റി ഓഫ് സ്കൂൾസിൽ കുറച്ച് സ്കൂൾസ് ഉണ്ട്. ഒരു 5 സ്കൂൾ 1 2 3 ഒരു 6-7 സ്കൂൾസ് ഉണ്ട്. അതിലുള്ള എന്താ കുറച്ചെങ്കിലും നോക്കി കുറച്ച് ജൂറിസ്റ്റിന്റെ പേര് നിർബന്ധമില്ല, ജസ്റ്റ് ഒരു 1-2 ജൂറിസ്റ്റിന്റെ പേരും കൂടെ എന്ത് ചെയ്യാം നോട്ട് ഡൗൺ ചെയ്ത് എക്സാമിനൊന്ന് എഴുതി കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഏതൊരു എസ്സേ എഴുതിയാലും നമ്മൾ ജസ്റ്റ് ഈ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിക്കുന്ന കാര്യം ഒന്ന് മെൻഷൻ ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊരു നോളജ് ഉണ്ടെന്ന് പേപ്പർ നോക്കുന്ന ആൾക്കും ഒരു ധാരണ വരും. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നമുക്ക് അത് എന്ത് ചെയ്യാം നമുക്ക് മെയിൻ ഉദ്ദേശം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് നല്ല മാർക്കോടെ പാസ് ആവുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. അപ്പം എഴുതുന്ന ആ ഒരു വേ ഓഫ് റൈറ്റിങ്ങിലും നമുക്ക് ഒരു വലിയൊരു ഘടകമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താണെങ്കിൽ വാല്യൂ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് വാല്യൂ ഓഫ് ജൂറിസ്പ്രുഡൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡ്സ് ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ ആണ്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് അനലൈസസ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ലൈക്ക് റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അതുപോലെ ലയബിലിറ്റീസ്, ഓണർഷിപ്പ്, പൊസഷൻ. അപ്പോൾ ഇതുപോലെ എന്താണ് കൈവശാവകാശം, പിന്നെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ്, ഇതിൻ്റെ എല്ലാം ഒരു കോൺസെപ്റ്റ്, ആ ഫണ്ടമെന്റൽ കോൺസെപ്റ്റിൻ്റെ ഒരു വിവരണം നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ജൂറിസ്പ്രുഡൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇപ്പം നമ്മുടെ അവകാശം അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ലയബിലിറ്റീസ്, അതുപോലെ ഈ ഓണർഷിപ്പ്, പൊസഷൻ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ആംബിഗ്വിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അവ്യക്തത അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ലോജിക്കൽ ക്ലാരിറ്റി ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ജൂറിസ്പ്രുഡൻസ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആ ജൂറിസ്പ്രുഡൻസ് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. സെക്കൻഡ്, ഫൗണ്ടേഷൻ ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. ഒരു ലോ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ജൂറിസ്പ്രുഡൻസ് നമുക്ക് കണക്കാക്കാൻ പറ്റും. സാൽവണ്ട് എന്താണ് പറഞ്ഞത്? ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഐ ഓഫ് ദ ലോ. നമ്മൾ പഠിച്ചതാണ്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ ഐ ഓഫ് ദ ലോ ആണ്, ബൈ വിച്ച് ദ ലോയർ ക്യാൻ സീ ക്ലിയർ ആയിട്ട് ലോയറിന് എന്ത് ചെയ്യാം നമുക്ക് ത്രൂ ജൂറിസ്പ്രുഡൻസ് എന്താണ് നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
നെക്സ്റ്റ് തേർഡ് വൺ അസിസ്റ്റ് ജഡ്ജസ് ഇൻ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇപ്പം ജഡ്ജസിന് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു, ഒരു ആംബിഗിറ്റി, ഒരു ഡൗട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ലോയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഈ ജൂറിസ്പ്രുഡൻസിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് ആ ഒരു കോൺസെപ്റ്റ്, ഇപ്പോൾ ഈ നമ്മുടെ ഒരുപാട് ലീഗൽ ടേം ഉണ്ട്, ഈ റേഷ്യോ ഡിസിഡൻറ്റി, ഒബിക്റ്റ ഡിക്റ്റ, പ്രസിഡൻറ്റ്, നാച്ചുറൽ ജസ്റ്റിസ്, അപ്പോൾ ഇതൊക്കെ എന്താണ്, അതിലെന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ വരുമ്പോൾ ജഡ്ജസിന് ത്രൂ ജൂറിസ്പ്രുഡൻസ് വഴി അവർക്ക് എന്ത് ചെയ്യാം, അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഫോർത്ത് വൺ ഗൈഡ്സ് ലെജിസ്ലേറ്റർ ഇൻ ലോ മേക്കിംഗ് ആണ്. അപ്പം ജൂറിസ്പ്രുഡൻസ് അസിസ്റ്റ് ലോ മേക്കർ ഇൻ ഡ്രാഫ്റ്റിംഗ് സ്റ്റാറ്റ്യൂട്ട് ദാറ്റ് ആർ ക്ലിയർ, ലോജിക്കൽ ആൻഡ് ജസ്റ്റ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെജിസ്ലേച്ചർ ആണ്, നമുക്കറിയാം ലോ മേക്കിംഗ് ആരാണ്, ലെജിസ്ലേച്ചർ ആണ്. അപ്പോൾ അവർ ലോ മേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റ്യൂട്ട് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവർക്ക് ലോജിക്കൽ പരമായിട്ടോ എന്തെങ്കിലും അവർക്ക് ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നു, അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജൂറിസ്പ്രുഡൻസിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് നികത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ് ഇൻഫ്ലുവൻസ്ഡ് മോഡേൺ വെൽഫെയർ ലെജിസ്ലേഷൻ. ലൈക്ക് നമ്മുടെ ഇപ്പം മോഡേൺ ആയിട്ടുള്ള ലേബർ ലോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ ഒരു സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസിൽ അവർ ആ ഒരു ഇൻഫ്ലുവൻസ് മീൻസ് രണ്ടും കൂടെ ഒരു മിക്സപ്പ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ജൂറിസ്പ്രുഡൻസിൻ്റെ സഹായത്തോടു കൂടി ആ ലോ മേക്കേഴ്സിന് എന്ത് ചെയ്യാം, കുറച്ച് പുതിയ പുതിയ മോഡേൺ ആയിട്ടുള്ള വെൽഫെയർ ലെജിസ്ലേഷൻ കൂടെ ആഡ് ചെയ്യാം. അവർക്കപ്പോൾ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബേസിക്കലി നമുക്ക് ജൂറിസ്പ്രുഡൻസ് എന്ത് ചെയ്യാം, ഡൗട്ടോ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫിഫ്ത്ത് വൺ എന്താണ്, പ്രൊമോട്ട് ലീഗൽ റിഫോംസ് ആണ്. ബൈ എക്സ്പോസിങ് ഡിഫക്റ്റ് ഇൻ ദ ലീഗൽ സിസ്റ്റം ജൂറിസ്പ്രുഡൻസ് ഗൈഡ് റിഫോംസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലീഗൽ സിസ്റ്റത്തിൽ ഒരു ഡിഫക്റ്റ് വന്നാൽ നമുക്ക് ജൂറിസ്പ്രുഡൻസ് വെച്ച് നമുക്കത് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് വന്നു അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നു, അപ്പോൾ ജൂറിസ്പ്രുഡൻസിൽ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് നിയമം എല്ലാം ഒരു ക്ലിയർ കട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ് എക്സ്പോസ്ഡ് ജെൻഡർ ബയസ് ഇൻ ലോ. അപ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിൽ എന്ത് ചെയ്യുന്നു, ജെൻഡർ ബയാസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ക്രിട്ടിക്കൽ ലീഗൽ സ്റ്റഡീസ് ഹൈലൈറ്റ് ക്ലാസ് ഇനിക്വാളിറ്റീസ്. അതിലൊരു ക്രിട്ടിക്കലായിട്ട് എന്ത് പറയുന്നുണ്ട്, ക്ലാസ് ഇനിക്വാളിറ്റീസ് അതിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ ജെൻഡർ ബയസ്, അതിലെപ്പോഴും നമ്മുടെ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിൽ വുമൻ്റെ ഇക്വാലിറ്റിയെ പറ്റിയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഇപ്പോൾ ഒരു തെറ്റ്, ഒരു ഡിഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ത്രൂ ജൂറിസ്പ്രുഡൻസ് വഴി എന്ത് ചെയ്യാം, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്താണ്, ബ്രിഡ്ജസ് ലോ ആൻഡ് സൊസൈറ്റി ആണ്. ജൂറിസ്പ്രുഡൻസ് കണക്ട് ലോ വിത്ത് സോഷ്യൽ നീഡ്. എപ്പോഴും എന്താണ്, സോഷ്യൽ നീഡുമായിട്ട് ഒരു ജൂറിസ്പ്രുഡൻസിന് മീൻസ് ലോയിൽ ഒരു കണക്ഷൻ, ലോയും വിത്ത് സോഷ്യൽ നീഡ്സുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും ജൂറിസ്പ്രുഡൻസിൽ പറയുന്നുണ്ട്. കാരണം ആൾക്കാരുടെ എന്താണ്, ഒരു ആൾക്കാരുടെ അവകാശം മീൻസ് അവരുടെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നിയമത്തിലൂടെ നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു ത്രൂ പാലം പോലെയാണ്, മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു, അതാണ് ബ്രിഡ്ജസ് ലോ ആൻഡ് എന്താണ് സൊസൈറ്റി നമുക്ക് ആ ഒരു പറയുന്നത്, അതിൻ്റെ ഒരു മീനിങ്. സെവൻത് വൺ എന്താണ്, ലാസ്റ്റ് വൺ പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ വാല്യൂ ആണ്. അപ്പോൾ തിയറീസ് ഓഫ് ജസ്റ്റിസ് ഹെൽപ്പ് ലോ ഇൻ അച്ചീവിങ് ഫെയർനെസ്. അപ്പം നമ്മൾ ജസ്റ്റിസ് എന്ത് ചെയ്യുന്നു, തിയറി ഓഫ് ജസ്റ്റിസ് അത് നമ്മുടെ ഫെയർനെസ്, നമ്മുടെ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് എൻഷുർ ലോ ഡസ് നോട്ട് റിമെയിൻ എ മിയർ ഇൻസ്ട്രുമെന്റ് ഓഫ് പവർ ബട്ട് സെർവ് ഹ്യൂമാനിറ്റി. അപ്പോൾ ജസ്റ്റ് ആ ജൂറിസ്പ്രുഡൻസിൽ എന്തുമാത്രമല്ല പറയുന്നത്, ഒരു പവർ മാത്രമല്ല പറയുന്നത്, അതിനപ്പുറം നമുക്കൊരു ഹ്യൂമാനിറ്റിയും നമുക്ക് സർവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം ഓർത്ത് വയ്ക്കുക എന്താണ്, ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ ഒരു ഇതിൽ നാച്ചുറും വാല്യൂവും കൂടെ ഉൾപ്പെടുന്നതിൽ വാല്യൂ എന്തൊക്കെ പറഞ്ഞു, അതിൽ ക്ലാരിറ്റി, കറക്റ്റ്, പ്രിസൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ലീഗൽ എഡ്യൂക്കേഷൻ ഒരു ഫൗണ്ടേഷൻ ആണ്. ജഡ്ജിന് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലെജിസ്ലേറ്ററിന് ലോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യാം ജൂറിസ്പ്രുഡൻസ്. പിന്നെ എന്താണ്, പ്രൊമോട്ട് ലീഗൽ റിഫോംസ് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഒരു ബ്രിഡ്ജസ് ആണ് ലോയും ആൻഡ് സൊസൈറ്റിയും തമ്മിൽ. പിന്നെ പ്രൊമോട്ട്സ് ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഇതിൻ്റെ ജൂറിസ്പ്രുഡൻസിൻ്റെ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ നാച്ചുറും അതുപോലെ വാല്യൂം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. അപ്പോൾ എല്ലാം എന്താണ്, കണക്റ്റഡ് ആണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത്ര നോട്ട് ഉണ്ടെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഈ ഒരു വീഡിയോ, ഒരു വോയിസ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഈ നോട്ട്സും കൂടെ നമ്മൾ വായിച്ചാൽ എക്സാമിന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആർക്കെങ്കിലും എക്സാമിന് എന്താ സ്പെഷ്യൽ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജും കൂടെ എന്ത് ചെയ്യുക, അയക്കുക. ഓക്കെ, അപ്പം സി യു നെക്സ്റ്റ് വീഡിയോ.